ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ആദ്യം നിഫ്റ്റി തന്നെ പരിശോധിക്കാം. ഇന്നലെ 15/7/2024 24,588 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് 27 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലാണ്. അതായത് 24,615 എന്ന ലെവലിലായിരുന്നു. നമ്മളുടെ പ്ലാൻ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്നായിരുന്നു. എന്നാൽ ഇത് മോർണിംഗിൽ ഓപ്പൺ ചെയ്ത് ഈ ലെവൽ വരെ പോയി അതിനുശേഷം ഇങ്ങനെ വന്ന് ഇവിടെ ക്ലോസ് ആവുകയാണ് ചെയ്ത്. അതായത് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഒരു ഇൻഡിസിഷൻ ഡോജി ക്യാൻഡിലാണ് ആദ്യത്തെ 5 മിനിറ്റിൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ തുടർന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിച്ചാൽ അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെയാണ് ക്ലോസിംഗ് ലഭിക്കുന്നത് എന്ന് മനസ്സിലായ ആർക്കും ഇവിടുന്ന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിനു മുകളിൽ ബ്രേക്ക് ചെയ്തു വീണ്ടും കിടക്കുന്നത് കൊണ്ട് തുടർന്ന് രേഖപ്പെടുത്തിയ ടാർഗറ്റിലേക്ക് സഞ്ചരിച്ചേക്കാം എന്ന പ്രതീക്ഷയാണ്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ബൈ ചെയ്തു, അതല്ലെങ്കിൽ ആദ്യമേ പോയി ഈ ലെവൽ വരെ പോയി ഇവിടുന്ന് വന്നവർക്കാണെങ്കിലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്നു എന്നൊരു ഫീലിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ തോന്നിയവർക്ക് തീർച്ചയായും പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും കിട്ടിയ ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്ത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് പുതിയ ഡേയ്സ് ഹൈ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ചെറിയ ടാർഗറ്റിൽ എക്സിറ്റ് ആയി വേണ്ടി വന്നിട്ടുണ്ടാവാം. വീണ്ടും അവിടെ നിന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാം ഡേയ്സ് ഹൈ വീണ്ടും തരാൻ കഴിയാതെ പ്രൈസ് റിവേഴ്സ് വരുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ആ നിലയ്ക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴെങ്കിലും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുന്ന കാഴ്ച ഈ ഏരിയ ഫില്ല് ചെയ്യുന്നത് കൃത്യമായും കിട്ടിയിട്ടുണ്ടാകാം. വളരെ കുറഞ്ഞ പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് ലഭിച്ചത്. അതായത് കേവലം 83 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമാണ് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. ഇതിനിടയിൽ പ്രീമിയം മെൽറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. നാളെ അവധിയാണ്, അതുകൊണ്ട് തന്നെ പ്രൈസ് അത്ര പുതിയ ഉയരങ്ങൾ തന്നിരുന്നില്ല. എന്നാൽ ഈ ഏരിയയിൽ വന്ന് കൃത്യമായും നല്ല ജമ്പ് റിവേഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകി ഈ ലെവലിൽ ക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് വൺ ഡയറക്ഷൻ അല്ലാതിരുന്നത് കൊണ്ടും ചെറിയ മൂവ്മെന്റ് മാത്രമായിരുന്നുകൊണ്ടും ലാഭം കിട്ടുക എന്ന് പറയുന്നത് അല്പം റിസ്കി ആയ ഗെയിം ആയിരുന്നു. ആഫ്റ്റർ ഓൾ ഇതൊരു പ്രോബബിലിറ്റി ഗെയിം തന്നെയാണ്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി പോയേക്കാം, അത് ചെറിയ എമൗണ്ടിനായി കണക്കാക്കി വെക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. എന്നാൽ അത് ഹിറ്റ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായും പ്രോഫിറ്റിലോട്ട് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ട്രേഡ് വ്യക്തമായി പ്ലാൻ ചെയ്യുക, ആ പ്ലാന് ട്രേഡ് ചെയ്യുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനെയായിരുന്നു. ആ രീതിയിൽ കൃത്യമായി ട്രേഡ് ചെയ്തവർക്ക് തീർച്ചയായും ആദ്യത്തെ ട്രേഡ് പ്രോഫിറ്റബിൾ തന്നെയായിരുന്നു. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ അത് ഉപയോഗിച്ചവർക്ക് ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ പുതിയ ലാഭം പുതിയ ഉയരം തരാതിരുന്നതുകൊണ്ട് പ്രോഫിറ്റ് കുറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കുറഞ്ഞ മൂവ്മെന്റ് തന്നിരിക്കുന്ന ഈ ദിവസത്തെ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടുത്ത വർക്കിംഗ് ഡേയിലേക്ക്, നാളെ അവധിയാണ്, നാളെ കഴിഞ്ഞ് എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 24,655 എന്ന ലെവലിലാണ് ഞാൻ എൻ്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യത്തെ സപ്പോർട്ട് ലെവൽ 24,576 എന്ന ലെവലുമാണ്. എന്നാൽ ഇന്നത്തെ ലോ രേഖപ്പെടുത്താനായി 24,587 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ അടുത്ത ദിവസം ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ബൈയിങ് ഡയറക്ഷനാണ് പൈസ ആക്ഷൻ പ്രകാരം നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും, അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിലും അതിന് മുകളിലേക്ക് കടക്കുകയാണ് എങ്കിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ
മാത്രം പ്രൈസ് വീണ്ടും അപ്വേർഡ് പോയേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ 24,686, 24,707 എന്നിങ്ങനെയുള്ള ടാർഗറ്റ് ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ. എന്നാൽ ആദ്യത്തെ ട്രേഡിൽ ഇതിനു മുകളിൽ കടന്ന് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാലും ഈ ലെവലിന് മുകളിൽ എത്തുക എന്ന് പറയുന്നത് തന്നെ അല്പം റിസ്കിയാണ്. അപ്പോൾ ആ ഏരിയയ്ക്ക് മുകളിൽ എത്തുന്നുണ്ടോ, ടൈം പോകുന്നു, താമസം വരുന്നു എന്ന് തോന്നിയാൽ ഞാൻ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. വീണ്ടും കിട്ടിയേക്കാവുന്ന ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഡിക്ലൈൻ കിട്ടുകയാണെങ്കിലൊക്കെ തന്നെയാണ് ഞാനും ട്രേഡ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ ഒരു ആലോചനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഉയരം അതല്ലെങ്കിൽ ഈ ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ് ഈ പ്രധാന സപ്പോർട്ടിന് താഴെ. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എങ്കിലും അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുകയാണ് എങ്കിൽ മാത്രം തുടർന്ന് താഴോട്ടുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും ഈ ഏരിയ എല്ലാം വളരെ സ്ട്രോങ് ആയ സപ്പോർട്ട് സോണുകളായി തന്നെ പ്രവർത്തിക്കാനാണ് സാധ്യത. എന്നാലും 24,547, 513, 473 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ ലഭിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിന് താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ വരെയെങ്കിലും എന്തായിരുന്നാലും 513 വരെയെങ്കിലും 500 ഒരു റൗണ്ട് നമ്പറാണ്. അത് ഒരു സപ്പോർട്ട് സോണായി ഒരുപക്ഷെ പ്രവർത്തിച്ചേക്കാം. വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തേക്കാം എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ തിക്ക് ലൈനുകളെല്ലാം സപ്പോർട്ട് ലെവലുകളായി തന്നെ, സ്ട്രോങ് സപ്പോർട്ട് ലെവലുകളായി തന്നെ പരിഗണിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നാളത്തേക്കുള്ള, അതായത് അടുത്ത ദിവസത്തേക്കുള്ള നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്ന് നോക്കാം. 52,664 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 52,149 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് ലെവലും. ഇതിനിടയിൽ ഞാൻ മൈനർ റെസിസ്റ്റന്റും സപ്പോർട്ടുമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 52,531, 52,311 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ, അടുത്ത മാർക്കറ്റ് ഡേയിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു ബൈയിങ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവൽ തന്നെയാണെങ്കിലും ഇതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തന്നെ അത് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കാം. ഒരുപക്ഷെ ഇവിടെ ക്ലോസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡിക്ലൈൻ വന്ന് ഇവിടെ നിന്ന് തിരിയുകയാണെങ്കിൽ പോലും ആ ലെവല് ഇവിടെ നിന്ന് തിരിയുന്ന ലെവലായിരിക്കാം ഞാൻ എൻട്രിക്കായി ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ അതുവരെ എൻട്രി എടുക്കുമ്പോൾ ആ ക്യാൻഡിൽ പാറ്റേൺ അനുസരിച്ച് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിയേക്കാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ലെവലാണ് 52,664 എന്ന ലെവൽ. അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ടാർഗറ്റുകളായി 52,797, 52,921, 53,092 എന്നിങ്ങനെയുള്ള ലെവലുകൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ, അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാനമായും ലഭിക്കേണ്ടത് ഈ 52,149 എന്ന ലെവലിന് താഴെ ക്ലോസ് ആവുക എന്നുള്ളതാണ്. എങ്കിലും 52,311 ഒരു പ്രധാന ലെവലായി ഞാൻ കണക്കാക്കുന്നു. അതിനിടയിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പോലും വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു പ്രൈസ് ആക്ഷൻ പ്രകാരം എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തേക്കാം. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അല്പം കൂടി ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 52,149, 52,066, 51,934, 51,749, 880 എന്നിങ്ങനെയുള്ള ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു.
അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 80,843 ഞാൻ പ്രധാന റെസിസ്റ്റൻസ്, ആദ്യത്തെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രൈസ് ലെവൽ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ 52,552 എന്നത് ഒരു ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് ലെവലായും, ഇതിനിടയിൽ വീണ്ടും ഇന്നത്തെ ലോ രേഖപ്പെടുത്താനായിട്ട് ഞാൻ 80,597 എന്ന ഒരു ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇവിടെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഒരു പ്രൈസ് ആക്ഷൻ, അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 15 മിനിറ്റ് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്, എന്നാൽ അതിനു മുകളിൽ ക്ലോസ് ആവുക എന്ന് വെച്ചാൽ 80,898 എന്ന ലെവലിന് ഇതുവരെ രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നാണ് എങ്കിൽ വീണ്ടും കിട്ടിയേക്കാം എന്ന് ഞാൻ കരുതുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 81,077, 81,223, 418 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇതിനു മുകളിൽ ഒരു മണിക്കൂർ ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുകയാണെങ്കിൽ പിന്നീട് ലഭിക്കാമെന്ന് ഞാൻ കരുതുന്ന ടാർഗറ്റുകൾ. എന്നാൽ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ PE ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് 80,552 എന്ന് പറയുന്ന തിക്ക് ബ്ലൂ ലൈനിൽ വരച്ച ആദ്യത്തെ സപ്പോർട്ട് ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എങ്കിലും ഈ ലെവലിന് താഴെ, ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ പോലും വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്, എന്നാൽ അതിനേക്കാളും താഴെയായിട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ, ഈ ലെവലിനൊക്കെ താഴെ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും അല്പം കൂടി ഡൗണിലോട്ട് പ്രൈസ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 80,423, 299, 169, 80,012, 79,942 എന്നീ ലെവലുകളാണ് അവ. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഈ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇത് കണ്ട് രേഖപ്പെടുത്തുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാർട്ടിലും ആ ലെവലുകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും അടുത്ത ദിവസത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ സാധാരണയായി പറയാറുള്ള പ്രധാന ഡയലോഗ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായിരുന്നാലും നമ്മുടെ വ്യൂ വളരെ കുറഞ്ഞു വരികയാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിലും പെടുന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. നിങ്ങൾ നമ്മളുടെ ചാനൽ മുന്നോട്ട് പോകണം എന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് രേഖപ്പെടുത്താനും എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം, ഒരു ഇമോജി എങ്കിലും ഇട്ട് നിങ്ങളുടെ ഒരു സഹകരണം രേഖപ്പെടുത്താവുന്നതാണ്. അങ്ങനെയെങ്കിൽ ചാനൽ വീണ്ടും മുന്നോട്ട് പോകും. എനിക്കിത് ചെയ്യാനുള്ള ഒരു സന്തോഷവും ലഭിച്ചേക്കാം. നിങ്ങളുടെ സഹകരണം തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്